ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പം ക്രിസ്പി ആയിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കാൻ വേണ്ടി 1 മുട്ടയുടെ ഇച്ചിരി വൈറ്റ് ഒഴിച്ച് കൊടുക്കാം. ഫുൾ വൈറ്റും ഒഴിച്ച് കൊടുക്കണ്ട, ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് 3 പഴം എടുത്ത് കട്ട് ചെയ്ത് വച്ചേക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പഴം വീതം മാവിൽ മുക്കി വറുത്ത് കോരിയെടുക്കാം. ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി എന്ന് പറയാൻ കാരണം, നമ്മൾ കടകളിൽ പോയി മേടിക്കുന്ന പഴംപൊരി ഹെൽത്തി അല്ല. മൈദ മാവിലും സോഡാപ്പൊടിയിലും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പഴംപൊരിയാണ്. അത് ഹെൽത്തി അല്ല. നിങ്ങളെല്ലാവരും വീട്ടിലാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഗോതമ്പ് മാവ് കൊണ്ട് ഇച്ചിരി മുട്ടയുടെ വൈറ്റും ഇട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പഴംപൊരി, ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി ഗോതമ്പ് മാവിൽ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.